IPL 18ാം സീസണിൽ ക്യാപ്റ്റനായുള്ള തിരിച്ചുവരവ് ഗംഭീരമാക്കിയിരിക്കുകയാണ് സഞ്ജു സാംസൺ. സീസണിൽ നായകനായി എത്തിയ ആദ്യ മത്സരത്തിൽ തന്നെ മികച്ചൊരു വിജയമാണ് രാജസ്ഥാൻ റോയൽസിന് സഞ്ജു സമ്മാനിച്ചത്. ടൂർണമെന്റിൽ അൺബീറ്റനായിരുന്ന പഞ്ചാബ് കിങ്സിനെയാണ് രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീമിനെ ഇന്നലെ പരാജയപ്പെടുത്തിയപ്പോൾ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിലും നിർണായക നീക്കങ്ങൾ പ്രകടമായിരുന്നു. മത്സരത്തിന്റെ സമഗ്രമായൊരു വിശകലനവും സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയും ഉൾപ്പെടെയാണ് വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. പഞ്ചാബ് കിങ്സിന്റെ ആദ്യ ഹോം ഗ്രൗണ്ട് മത്സരത്തിൽ ചരിത്രം തിരുത്തിയ ഫസ്റ്റ് ഇന്നിംഗ്സ് സ്കോറാണ് രാജസ്ഥാൻ റോയൽസ് നേടിയത്. ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസ് രാജസ്ഥാൻ നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 155 റൺസാണ് പഞ്ചാബിന് നേടാനായത്. ബാറ്റിംഗിലും ബോളിംഗിലും ഒരേപോലെ ആധിപത്യം കാട്ടാനായി ഇന്നലെ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചിരുന്നു. മോശം ഫോമിലായിരുന്ന താരങ്ങൾ മാച്ച് വിന്നർമാരായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ കണ്ടത്. കഴിഞ്ഞ കുറേ മത്സരങ്ങളായി ടീം പഴികേറ്റിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഓപ്പണർ സ്ഥാനത്ത് നിന്ന് ജയ്സ്വാളിനെ മാറ്റണമെന്നുള്ളതായിരുന്നു. മികച്ച ഫോമിലേക്ക് അദ്ദേഹത്തിന് എത്താനായി സാധിക്കുന്നില്ല എന്നും ഈ ഒരു സാഹചര്യത്തിൽ ജയ്സ്വാളിന് പകരം മറ്റൊരു താരത്തെ ടീം പരിഗണിക്കണമെന്നും പല മുൻനിര താരങ്ങൾ ഉൾപ്പെടെ രാജസ്ഥാൻ റോയൽസിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ക്യാപ്റ്റനായി മടങ്ങിയെത്തിയതിനു ശേഷം ജയ്സ്വാളിന്റെ പ്രകടനവുമായി ബന്ധപ്പെട്ട് സഞ്ജു നിർണായകമായൊരു പ്രതികരണവും നടത്തിയിരുന്നു. പഞ്ചാബിനെതിരായ മത്സരത്തിന് മുൻപ് സഞ്ജു തങ്ങളുടെ മാച്ച് വിന്നറായി പറഞ്ഞ താരമാണ് SC ജയ്സ്വാൾ. ആദ്യ മത്സരങ്ങളിലെ മോശം പ്രകടനം പ്രശ്നമല്ല എന്നും ജയ്സ്വാൾ നിർണായക സമയത്ത് തങ്ങൾക്കായി ഫോം കണ്ടെത്തുമെന്നാണ് സഞ്ജു മത്സരത്തിന് തൊട്ടു മുന്നായി പറഞ്ഞത്. ഇത് കൃത്യമാകുന്നത് തന്നെയാണ് പഞ്ചാബിനെതിരായ മത്സരത്തിൽ കണ്ടത്. സഞ്ജുവിന് അതിവേഗം റൺസ് ഉയർത്താൻ സാധിക്കാതെ പോയപ്പോഴും കടന്നാക്രമിച്ചത് ജയ്സ്വാൾ ആയിരുന്നു. 45 പന്തിൽ 3 ഫോറും 5 സിക്സറുകളും സഹിതം 67 റൺസാണ് ജയ്സ്വാൾ നേടിയത്. ജയ്സ്വാളും സഞ്ജുവും ചേർന്ന് ഒന്നാം വിക്കറ്റിൽ 89 റൺസിന് ഗംഭീര പാർട്ണർഷിപ്പ് നേടിയിരുന്നു. ജയ്സ്വാളിന് ആത്മവിശ്വാസം നൽകി ഫോമിലേക്ക് എത്തിച്ചത് സഞ്ജു ആണെന്നുള്ള കാര്യം നിസ്സംശയം തന്നെ പറയാം. ബാറ്റിംഗിനിടെ പലതവണ ജയ്സ്വാളിനോട് സഞ്ജു സംസാരിക്കുന്നുണ്ടായിരുന്നു. ജയ്സ്വാളിനെ പോലെ തന്നെ ജോഫ്ര ആർച്ചറുടെ പ്രകടനങ്ങൾക്ക് പിന്നിലും സഞ്ജുവിന്റെ സ്വാധീനം വലുതു തന്നെയാണ്. മോശം ഫോമിലുള്ള താരങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് സഞ്ജു നൽകുന്ന പിന്തുണയും താരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഇതുതന്നെയാണ് അവർ ഫോമിലേക്ക് എത്തുന്നതിനുള്ള കാരണമായി കാണുന്നത്. ആദ്യ 2 മത്സരങ്ങളിലും 3ാം നമ്പറിൽ കളിച്ച് ഫ്ലോപ്പായ റിയാൻ പരാഗിനെ സഞ്ജു 3ാം നമ്പറിൽ വീണ്ടും ഒരിക്കൽ കൂടി വിശ്വസിക്കുന്ന കാഴ്ചയാണ് ഇന്നലെയും കണ്ടത്. ഇവിടെ ഇടത് വലത് കൂട്ടുകെട്ട് നിലനിർത്താനായാണ് സഞ്ജു ഇന്നലെ റിയാൻ പരാഗിനെ 3ാം നമ്പറിലേക്ക് പരിഗണിച്ചത്. കാരണം സഞ്ജു പുറത്തായപ്പോൾ ജയ്സ്വാൾ ആയിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ബാറ്റിംഗ് കോമ്പിനേഷൻ പഞ്ചാബിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അതേ അക്രമശൈലി തുടരാൻ തന്നെയാണ് റിയാൻ പരാഗിനെ 3ാം നമ്പറിലേക്ക് പരിഗണിച്ചത്. തീർച്ചയായിട്ടും ഇത് ഇന്നലെ ഫലം കണ്ടിരുന്നു. പതിയെ തുടങ്ങിയ പരാഗ് പിന്നീട് മികച്ച രീതിയിലാണ് ബാറ്റിംഗിലേക്ക് തിരിച്ചു വന്നത്. 25 പന്തിൽ 43 റൺസോടെയാണ് പരാഗ് പുറത്താവാതെ നിന്നത്. തീർച്ചയായിട്ടും ടീം സ്കോർ 200 കടത്തുന്നതിൽ പരാഗിന്റെ ഇന്നിംഗ്സ് നിർണായകമായി മാറിയിരുന്നു. ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറിയതോടുകൂടി തനതായ ഫിനിഷർ റോളിലേക്ക് മികച്ച ഒരു തിരിച്ചുവരവാണ് പരാഗ് നടത്തിയിരിക്കുന്നത്. ആത്മവിശ്വാസത്തോടുകൂടി ബാറ്റ് ചെയ്യുന്ന പരാഗിനെയാണ് ഇന്നലെ കണ്ടത്. ശ്രദ്ധേയമായ മറ്റൊരു നീക്കം കണ്ടത് ഇന്നലെ ടീമിന്റെ ഇമ്പാക്ട് പ്ലെയർ സബിൽ തന്നെയായിരുന്നു. ആദ്യ ഓവറിൽ ജോഫ്ര ആർച്ചർ 2 വിക്കറ്റാണ് ഇന്നലെ നേടിയത്. പവർ പ്ലേക്കുള്ളിൽ മാർക്കസ് സ്റ്റോയിനിസും പുറത്തായി. പവർ പ്ലേക്ക് തൊട്ടു പിന്നാലെ കുമാർ കാർത്തിയെ ഇമ്പാക്ട് പ്ലെയറായി സഞ്ജു ഇറക്കുകയായിരുന്നു. പ്രഭ്സിമ്രാൻ സിംഗിനെ പുറത്താക്കിയാണ് കാർത്തിയായ തനിക്ക് കിട്ടിയ അവസരത്തിൽ സഞ്ജുവിനുള്ള ന്യായീകരണമായി മികവ് കാട്ടിയത്. ഓരോ ബാറ്റ്സ്മാനും അനുസരിച്ച് കൃത്യമായ പ്ലാൻ തന്നെയാണ് സഞ്ജു ഇന്നലെ തയ്യാറാക്കിയത്. മധ്യ ഓവറുകളിൽ വാനന്ദു വസിരംഗയും മഹീഷ് തീക്ഷ്ണയും മികച്ച രീതിയിൽ തന്നെയാണ് സഞ്ജു ഉപയോഗിച്ചത്. മാക്സ്വെൽ വധേര സഖ്യത്തിന്റെ പാർട്ണർഷിപ്പ് ടീമിന് വൻ ഭീഷണി തന്നെയാണ് ഇന്നലെ ഉയർത്തിയത്. എന്നാൽ നിർണായക സമയത്ത് വാനന്ദു വസിരംഗയും മഹീഷ് തീക്ഷ്ണയും സന്ദീപ് ശർമ്മയും ഉപയോഗിച്ചുകൊണ്ട് സഞ്ജു മത്സരം രാജസ്ഥാന്റെ പരിധിയിലേക്ക് ഒതുക്കുക തന്നെയായിരുന്നു. തീർച്ചയായിട്ടും എത്ര മോശം ടീമാണെങ്കിലും ക്യാപ്റ്റൻസിയുടെ സ്വാധീനം വളരെ വലുതാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച മത്സരമായി ഇന്നലത്തെ മത്സരം മാറിയിരിക്കുകയാണ്. കാരണം പഞ്ചാബ് കിങ്സിനെ പോലെ അൺബീറ്റനായ ഒരു ടീമിന്റെ അടുത്ത് താരതമ്യേന ശരാശരി പ്രകടനവുമായാണ് രാജസ്ഥാൻ റോയൽസ് കളിക്കാനായി എത്തിയത്. പക്ഷേ മത്സരത്തിലുടനീളം ടീമിന്റെ ഓവറോൾ പെർഫോമൻസ് പരിഗണിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ക്യാപ്റ്റനായി എത്തിയതിന്റെ എല്ലാ പ്രതിഫലനങ്ങളും ഇന്നലെ ടീമിൽ പ്രകടമായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.